സിപിഐഎം ജില്ലാ കമ്മിറ്റി ഉന്നയിച്ച പ്രശ്നത്തിൽ കഴമ്പുണ്ടെങ്കിൽ ആവശ്യമായ തിരുത്തലുകൾക്ക് ബന്ധപ്പെട്ടവർ തയ്യാറാവണം. എന്നാൽ ഇതിന്റെയെല്ലാം ഭാഗമായി യൂസഫ് അലി ഇപ്പോൾ പ്രഖ്യാപിച്ച രീതിയിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടതില്ല. അതായത് സിപിഐഎം ഉയർത്തിയ മുദ്രാവാക്യം ഏതെങ്കിലും തരത്തിൽ യൂസഫ് അലിക്കെതിരായ മുദ്രാവാക്യമല്ല. യൂസഫ് അലിക്കാണെങ്കിലും സാധാരണ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന നിർബന്ധം മറ്റാരേക്കാളും യൂസഫ് അലിക്ക് തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ മാനദണ്ഡ ലംഘനം ഉണ്ടായിട്ടുണ്ടോ? അതാണിവിടെ പരിശോധിക്കേണ്ടത്. ഇതാണ് സിപിഐഎം ജില്ലാ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ്. മാനദണ്ഡ ലംഘനം പരിശോധിക്കണം എന്ന് പറയുമ്പോൾ അവിടെ വരാൻ പോകുന്ന നിക്ഷേപ പദ്ധതിയെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രക്ഷോഭവും ഉയർത്തിക്കൊണ്ടുവരാൻ സിപിഐഎം ഉദ്ദേശിക്കുന്നില്ല. സിപിഐഎം ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് യൂസഫ് അലിയെ കുറ്റക്കാരനായി ചിത്രീകരിക്കുക എന്നത് ഉദ്ദേശിച്ചിട്ടേയില്ല. ലുലു മാൾ നിർമ്മാണ ഘട്ടത്തിൽ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും മറ്റും ഇടപ്പള്ളി തോട് സംരക്ഷിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ആവശ്യമായ ജാഗ്രത അവർ പാലിക്കാതിരുന്നിട്ടുണ്ടോ? ബി.ആർ. മേനോൻ അറിയിച്ചിട്ടും, അതായത് സർക്കാർ അഡ്വൈസർ അറിയിച്ചിട്ടും അനങ്ങാപ്പാറ നയം ഇവർ സ്വീകരിച്ചത് എന്തുകൊണ്ട്? ഇതാണ് ബന്ധപ്പെട്ടവർ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ച പരിശോധന, ഇപ്പൊ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പരിശോധനയുണ്ട്. ആ പ്രഖ്യാപിച്ച പരിശോധന കാലതാമസമില്ലാതെ നടത്തണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുകയും വേണം. ഉദ്ദേശിച്ച പദ്ധതി ആരംഭിക്കാൻ കഴിയാതെ പോയ അനുഭവം നിരവധിയാണ്. എന്നാൽ അതിന്റെ ഒന്നിന്റെയും കൂടെ സിപിഐഎം അണിനിരന്നിട്ടില്ല. എന്നാൽ ഒരു പ്രത്യേകത ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളുടെ എല്ലാം കൂടെ വീറോടെ അണിനിരന്ന ചില മാധ്യമങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നത്തിൽ യൂസഫ് അലിക്കും യൂസഫ് അലിയുടെ ഗ്രൂപ്പ് നടത്തിയ നിക്ഷേപത്തിനും എതിരായ സമീപനം സ്വീകരിക്കുന്നില്ല എന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു മനംമാറ്റമാണ്. ഈ സമീപനമാണ് ഭാവിയിൽ, ഈ മനംമാറ്റത്തിന്റെ ഭാഗമായി സ്വീകരിച്ച സമീപനമാണ് ഭാവിയിൽ അത്തരം ശക്തികളും മാധ്യമങ്ങളും സ്വീകരിക്കേണ്ടത്.